CPI-യിൽ പിന്തുടർച്ചാവകാശമില്ല എന്നാണ് മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ അല്പസമയം മുമ്പ് പറഞ്ഞത്. കാനം രാജേന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വത്തെ പാർട്ടി സെക്രട്ടറി ആക്കാനുള്ള തീരുമാനത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പുതിയ ഒരു പേര് സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു വന്നേക്കാമെന്ന സൂചനയാണ് കെ ഇസ്മയിലിന്റെ വാക്കുകളിലുള്ളത്. അതിനർത്ഥം പാർട്ടിക്കകത്ത് ഈ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകൾ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. ബി ദിലീപ് കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ദിലീപ്, ഇതിൽ കെ ഇസ്മയിൽ പറഞ്ഞത് 28-ന് ചേരുന്ന കൗൺസിലിൽ, സംസ്ഥാന കൗൺസിലിൽ അങ്ങനെ ബിനോയ് വിശ്വത്തിന്റെ പേര് അംഗീകരിച്ച് പിരിയലായിരിക്കില്ല ഉണ്ടാകുക, ചിലപ്പോൾ പേരുകൾ ഉയർന്നു വന്നേക്കാം, പാർട്ടി കമ്മിറ്റിയിൽ ചർച്ചയുണ്ടായേക്കാം എന്ന് വെച്ചാൽ കെ ഇസ്മയിൽ പക്ഷം എന്നത് അത് സജീവമാകുന്നുണ്ട് എന്നും അത് ഒരു പുതിയ ആളെ, പുതിയ സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം, രംഗത്തിറക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയുമാണല്ലോ അല്ലേ? വിജയകുമാർ, ബിനോയ് വിശ്വത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല നൽകിയതിൽ CPIയിലുള്ള ഭിന്നത ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. CPIയുടെ മുതിർന്ന നേതാവായ കെ ഇസ്മയിൽ തന്നെ പരസ്യമായി ബിനോയ് വിശ്വത്തെ സെക്രട്ടറി സ്ഥാനത്തേക്ക്, സെക്രട്ടറിയുടെ ചുമതല നൽകുന്നതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആ രീതി അത് ശരിയായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് കീഴ്വഴക്കങ്ങൾക്ക് അത് വിരുദ്ധമായ രീതിയായിരുന്നു. കാനം രാജേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിനോയ് വിശ്വത്തെ ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല എന്ന നിലയിലേക്ക് ഈ ചുമതല സംസ്ഥാന എക്സിക്യൂട്ടീവ് നൽകിയത്. അത് ആ ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ലാത്തതാണ്. ഒരു പിന്തുടർച്ചാ അവകാശിയെ നിശ്ചയിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതിയല്ല. സംസ്ഥാന കൗൺസിൽ യോഗമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. 28-ാം തീയതി സംസ്ഥാന കൗൺസിൽ യോഗം ചേരുമ്പോൾ ഒരുപക്ഷെ പുതിയ പേരുകൾ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് കെ ഇസ്മയിൽ പറയുന്നതിൻ്റെ അർത്ഥം ഏതായാലും ഇതിലൊരു മത്സരത്തിന് ഇസ്മയിൽ പക്ഷം ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. 28 വരെ ഇക്കാര്യത്തിൽ കാത്തിരിക്കേണ്ടി വരും, സംസ്ഥാന കൗൺസിൽ യോഗം വരെ. ഏതായാലും CPIയിൽ ഭിന്നത കൂടുതൽ മുറുകുകയാണ് ബിനോയ് വിശ്വത്തിന് സെക്രട്ടറിയുടെ ചുമതല നൽകിയതിനെ തുടർന്ന്. വിജയകുമാർ, വിമർശനമുണ്ട് കെ ഇസ്മയിലിന് ഇക്കാര്യത്തിൽ. അത് 28-ന്റെ കൗൺസിലിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് വേറൊരു തരത്തിൽ അവിടെ ചർച്ചയായേക്കാം, പുതിയൊരു പേര് അവിടെ ഉയർന്നു വന്നുകൂടായികയില്ല എന്ന സൂചനയാണ് കെ ഇസ്മയിലിൻ്റെ വാക്കുകളിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ CPIയിൽ നടക്കുന്നു എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. തുടർ വാർത്തകൾ, തുടർ ചർച്ചകളൊക്കെ ആ വിഷയത്തിലുണ്ടാകും.